ഹലോ ഗായ്സ്, ഞങ്ങൾ രാവിലെ ഡ്രാഗൺ മോളിൽ പോയി. എല്ലാവരും പറഞ്ഞ് അവിടെ കുറേ ടോയ്സ് ഉണ്ട്, ലിഗോ ടോയ്സിൻ്റെ കോപ്പി ഉണ്ടെന്ന് പറഞ്ഞ് കുറേ നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ജുമേറ ബീച്ചിലോട്ട് വന്നു. അടിപൊളി ബീച്ച് കേട്ടാ, ഭയങ്കര നീറ്റും ക്ലീൻ ആയിട്ടുള്ള ബീച്ചായത്. ഒരൊറ്റ വേസ്റ്റ് പേപ്പർ ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഏതാ അതിശയം തോന്നുന്നു, നമ്മുടെ ആൾക്കാർ തന്നെ ഇവിടെ താമസിക്കുന്നത്. ഒരൊറ്റ പേപ്പർ പോലും അവർ ആ ബീച്ചിലോട്ട് കളഞ്ഞിട്ടില്ല. അത്ര നീറ്റായിട്ടിരിക്കുക ഈ ബീച്ച്. ഈ ബീച്ച് ഫുൾ ഓണാണ്. നമ്മൾ ഇവിടുത്തെ അണക്കത്തെ രാത്രി 10 മണിക്ക് 11 മണിക്കൊന്നും തിരിച്ച് പിന്നെ ക്ലോസ് ആവത്തില്ല ബീച്ച്. 24 hours ഈ ബീച്ച് ഓണാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷമാണ് ഗൈഡ് പറഞ്ഞത് ഇവിടെ നമ്മൾ കുളിക്കാം. ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ടവലോ സ്വിമ്മിങ് സൂട്ടോ ഒന്നുമില്ലായിരുന്നു. എന്ത് വെറുതെ വെള്ളത്തിൽ കിടന്ന് കാലൊക്കെ നനച്ചതേ ഉള്ളൂ. അസ്നമോള ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റഡ് ആയത്. ബീച്ചിൽ കുളിക്കണമെന്ന് പറഞ്ഞപ്പം അയ്യോ ഞാൻ കുറേ തൊട്ടടുത്തൊക്കെ ഷോപ്സ് ഉണ്ടോ നോക്കി, പക്ഷെ ഒരൊറ്റ ഷോപ്പിൽ പോലും ഈ സ്വിമ്മിങ് സൂട്ടോ ടവലൊന്നും സെയിൽസ് ഇല്ല. ആ തൊട്ട് ബാക്കിൽ കാണുന്നതാണ് വിൽസൺ ഹോട്ടൽ. ആ ഷിപ്പിൻ്റെ ഷേപ്പ് ഇരിക്കുക ആ ഹോട്ടൽ. വെള്ളത്തിലിറങ്ങാത്ത ഹർദീത്ത് വരെ വെള്ളത്തിലിറങ്ങി. ആദ്യം ഹർദീവ് ഒന്ന് പേടിച്ച്, പിന്നെ ഈ വെള്ളത്തിൽ ആ തിരയൊക്കെ വളരെ നൈസ് തിരയാകത്താണ്. ഇവരെല്ലാം മണ്ണിൽ കിടന്ന് ഐ ലവ് യു ദുബായ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കളിച്ചു. അല്ലെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ കൊല്ലം ബീച്ചിൽ പോകുമ്പോൾ പിള്ളേരാരും ഭയങ്കര വൈബ് അവിടെ. ആ വെള്ളത്തിലോട്ട് കാല് നനയ്ക്കാതെ വരത്തില്ല. പക്ഷെ കൂടെ കൂടെ അവിടുത്തെ പിന്നെ ലൈഫ് ഗാർഡുകൾ നമ്മളെ അങ്ങ് പിന്തിരിപ്പിക്കും. വേവ്സ് കൂടുതൽ വരുമ്പോൾ അവിടെ നിൽക്കല്ലേ നിൽക്കല്ലേ എന്ന് പറയും. ഇവിടെ അങ്ങനെയുള്ളൊരു പ്രശ്നമില്ല. ഇവിടുത്തെ തിരയൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ ഞാനും തന്നെയും കൂടെ ഒരു സെൽഫി എടുത്തു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവരുടെ ഈ ബീച്ചിൻ്റെ ഒരു പബ്ലിക് പാർക്കുണ്ട്. നല്ല അടിപൊളി പാർക്കാണ് കേട്ടോ. ഞങ്ങൾ ആകെ 5 പേര് മാത്രമേ ഉള്ളൂ. ഒരൊറ്റ മനുഷ്യർ ആ പാർക്കിൻ്റെ അകത്തില്ല. റെസ്റ്റ് റൂമൊക്കെ നിങ്ങളൊന്ന് കാണണം. നല്ല കിടിലൻ റെസ്റ്റ് റൂമാണ്. ഇത്ര നീറ്റായിട്ടൊരു പബ്ലിക് റെസ്റ്റ് റൂം മെയിൻറ്റെയിൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അവർ ആ മാനേജ്മെൻറ്റിനോട് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. കാര്യം നാളെ അബുദാബിയിലാണ് പ്ലാൻ. അവിടുത്തെ അമ്പലം വിസിറ്റ് ചെയ്യണം, അവിടുത്തെ വില്ലേജ് വിസിറ്റ് ചെയ്യണം, അവിടുത്തെ ഫെറാറി വേൾഡ് വിസിറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, take care, good night, keep following me for tomorrow's update of day 5. The famous man.